നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്രതശുദ്ധിയുടെ ദിനങ്ങൾക്ക് പരിസമാപ്തി. ഷവ്വാൽ മാസപ്പിറവി തെളിഞ്ഞു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചെറിയ പെരുന്നാൾ ഇന്ന്. മ്യാൻമാർ ഭൂകമ്പം രക്ഷാദൗത്യം 3-ാം ദിവസത്തിലേക്ക്. നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിയ നിലയിൽ. 1644 പേരുടെ മരണത്തിനും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കാനും മ്യാൻമാർ സാക്ഷി. ബ്രിട്ടീഷ് കയറ്റുമതിയിൽ ഡൊണാൾഡ് ട്രംപ് ശിക്ഷാ തീരുവ ചുമത്തുകയാണെങ്കിൽ കെയർ സ്റ്റാർമർ ശക്തമായി തിരിച്ചടിക്കണമെന്നാവശ്യപ്പെട്ട് യുകെയിലെയും യൂറോപ്യൻ യൂണിയനിലെയും മുതിർന്ന നയതന്ത്രജ്ഞർ. സ്വന്തം ഭരണകൂടത്തിലെ ജീവനക്കാരെ പറപ്പിച്ച് പുറത്തേക്കടിച്ച് ട്രംപ്. വിശദാംശങ്ങൾ പിന്നാലെ. നവരാത്രി ആഘോഷങ്ങൾക്ക് ആശംസ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RSS ആസ്ഥാനം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ബില്ലിനെ എതിർക്കുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. വ്രതശുദ്ധിയുടെ ദിനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഷവ്വാൽ മാസപ്പിറവി തെളിഞ്ഞു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ചെറിയ പെരുന്നാൾ. ശനിയാഴ്ച വൈകിട്ട് സൗദി മധ്യപ്രവിശ്യയിൽ തുമൈറിൽ മാസപ്പിറവി ദൃശ്യമായതിനെ തുടർന്ന് സൗദിയിലാണ് പെരുന്നാൾ ആദ്യം പ്രഖ്യാപിച്ചത്. തുടർന്ന് UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ രാജ്യങ്ങളിലും മാസപ്പിറവി സ്ഥിരീകരിച്ചു. UAE, സൗദി, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ 29 നോമ്പ് പൂർത്തിയാക്കിയാണ് പെരുന്നാളിനെ വരവേൽക്കുന്നത്. ഒമാനിൽ മാസപ്പിറവി ദൃശ്യമാക്കാത്തതിനാൽ ഇന്ന് റംസാൻ 30 പൂർത്തിയാക്കി നാളെ പെരുന്നാൾ ആഘോഷിക്കും. നാടും നഗരവും അലങ്കരിച്ചുകൊണ്ട് പെരുന്നാളിനെ വരവേൽക്കുകയാണ്. മ്യാൻമാറിലെ വിനാശകരമായ ഭൂകമ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകരുടെ കഠിന ശ്രമങ്ങൾ 3-ാം ദിവസത്തേക്ക് കടന്നതോടെ കുടുങ്ങിക്കിടക്കുന്നവരെ ജീവനോടെ പുറത്തെടുക്കാനുള്ള പ്രതീക്ഷ കുറയുകയാണ്. മ്യാൻമാറിൽ പരക്കെ നാശം വിതച്ച ഭൂകമ്പം കുറഞ്ഞത് 1644 പേരുടെ മരണത്തിനും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കാനും കാരണമായി. വെള്ളിയാഴ്ചയുണ്ടായ ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടവരെ പുറത്തെടുക്കാൻ സുരക്ഷാ സംഘത്തിനും ഉപകരണങ്ങളുടെ അഭാവം പലപ്പോഴും തടസ്സമായി മാറിയിരുന്നു. സന്നദ്ധ സേനാംഗങ്ങൾ കൈകൾ കൊണ്ടാണ് പലയിടത്തും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തത്. ഇന്ത്യ 1-ാം ഘട്ട സഹായമായി മരുന്നുകളും ഭക്ഷണ വസ്തുക്കളും മ്യാൻമാറിലെത്തിച്ചു. ബ്രിട്ടീഷ് കയറ്റുമതിയിൽ ഡൊണാൾഡ് ട്രംപ് ശിക്ഷാ തീരുവ ചുമത്തുകയാണെങ്കിൽ UK ശക്തമായി തിരിച്ചടിക്കണമെന്ന് യുകെയിലെയും യൂറോപ്യൻ യൂണിയനിലെയും മുതിർന്ന നയതന്ത്രജ്ഞർ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിനോട് ആവശ്യപ്പെട്ടു. US പ്രസിഡന്റ് UK സമ്പദ് വ്യവസ്ഥയിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ആഗോള വ്യാപാര യുദ്ധത്തിന് തുടക്കമിടുമെന്ന് ആശങ്ക ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം. മോചന ദിനമെന്ന് ഡൊണാൾഡ് ട്രംപ് വിളിക്കുന്ന ബുധനാഴ്ച UKയിലെ കൂടുതൽ പ്രധാന വ്യവസായങ്ങൾക്ക് തീരുവ ചുമത്തരുതെന്ന് ട്രംപിനെ ബോധ്യപ്പെടുത്താൻ ലണ്ടനിലെയും വാഷിംഗ്ടണിലെയും ബ്രിട്ടീഷ് സർക്കാർ ഉദ്യോഗസ്ഥർ തീവ്ര ശ്രമം തുടരുകയാണ്. US-ലേക്കുള്ള കാറുകൾ, സ്റ്റീൽ, അലുമിനിയം എന്നിവയുടെ ഇറക്കുമതിക്ക് 25% ലെവി ചുമത്താനുള്ള പദ്ധതികൾ US പ്രസിഡന്റ് ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ഇമെയിലിലൂടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറപ്പിച്ചു പുറത്താക്കി കളഞ്ഞു. മറ്റാരെയുമല്ല, സ്വന്തം ഭരണകൂടത്തിലെ ജീവനക്കാരെ തന്നെ. US ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസിലെ 300 പേരിൽ മിക്ക ജീവനക്കാർക്കും വെള്ളിയാഴ്ച വൈകി കൂട്ടപ്പിരിച്ചുവിടൽ അറിയിപ്പുകൾ ലഭിച്ചത് ഇമെയിലിലൂടെയാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ ഗവൺമെന്റ് കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും പുതിയ നടപടിയാണിത്. മിക്ക സ്റ്റാഫ് അംഗങ്ങൾക്കും സംഘടനയുടെ സിസ്റ്റത്തിലേക്കുള്ള ആക്സസ് ഇല്ലാതാക്കിയ ശേഷമായിരുന്നു നടപടി. ഒഴിവാക്കിയവരിൽ മാനവവിഭവശേഷി വകുപ്പിലെ നിരവധി പേരും ഏപ്രിൽ 9 വരെ അമേരിക്കയിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്ത വിദേശ ജീവനക്കാരുമുണ്ടെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 50 ദിവസത്തെ വെടിനിർത്തലിന് പകരമായി 5 ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് സമ്മതിച്ചതായി റിപ്പോർട്ട്. ഈജിപ്തിൽ നിന്നും ഖത്തറിൽ നിന്നും 2 ദിവസം മുമ്പ് ലഭിച്ച ഒരു നിർദ്ദേശത്തെ തുടർന്ന് ഞായറാഴ്ച ആരംഭിക്കുന്ന ഈദുൽ ഫിത്തറിൽ 5 ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് മേധാവി ഖലീൽ അൽ ഹയ്യ സന്നദ്ധത പ്രകടിപ്പിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ടെസ്ല ടേക്ക് ഡൗൺ പ്രസ്ഥാനത്തിൽ ചേരുക എന്ന ആഹ്വാനവുമായി US-ലും മറ്റ് രാജ്യങ്ങളിലെ ടെസ്ല ഷോറൂമുകൾക്കും മുന്നിൽ പ്രതിഷേധം ശക്തമായി. US ഫെഡറൽ ഗവൺമെന്റിനെ തകർക്കാനുള്ള എലോൺ മസ്കിന്റെയും ഡൊണാൾഡ് ട്രംപിന്റെയും ശ്രമങ്ങൾക്കെതിരെ ജനം പ്രതിഷേധിച്ചു. ടെസ്ല വാങ്ങരുത്, കയ്യിലുള്ള ടെസ്ല വിറ്റഴിക്കുക എന്ന ആവശ്യമുന്നയിച്ചു. US-ലെയും ലോകമെമ്പാടുമുള്ള മിക്കവാറും എല്ലാ ടെസ്ല ഷോറൂമുകൾക്കും മുന്നിൽ റാലികൾ നടന്നു. ഗ്രീൻലാൻഡിന്റെ വികസനത്തിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ അഭിപ്രായത്തിനെതിരെ ഡെൻമാർക്ക് തിരിച്ചടിച്ചു. ഡെൻമാർക്കിനുള്ള US-ന്റെ സന്ദേശം വളരെ ലളിതമാണ്. ഗ്രീൻലാൻഡിലെ ജനങ്ങൾക്ക് വേണ്ടി ഡെൻമാർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഭൂപ്രദേശത്തിന്റെ സുരക്ഷാ ഘടനയിൽ നിക്ഷേപം കുറച്ചു എന്നാണ് ഗ്രീൻലാൻഡ് സന്ദർശനത്തിനിടെ വാൻസ് ഒരു പത്രസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തിയത്.
അടുത്ത സഖ്യകക്ഷികളോട് US ഭരണകൂടം സംസാരിക്കുന്ന രീതി ഇങ്ങനെയല്ല എന്നും US നിലപാട് അഭിനന്ദിക്കുന്നില്ലെന്നും ഡാനിഷ് വിദേശകാര്യമന്ത്രി ലാർസ് ലോക്കെ റോസ്മാൻ ശനിയാഴ്ച എക്സിൽ പറഞ്ഞു. ഡെൻമാർക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സും അടുത്ത സഖ്യകക്ഷികളാണെന്ന് താൻ ഇപ്പോഴും കരുതുന്നുവെന്നും റാസ്മുസെൻ പറഞ്ഞു. യൂറോപ്യൻ യൂണിയനും USഉം തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന താരിഫ് യുദ്ധത്തിന് യുക്തിസഹമായ സമീപനം ആവശ്യമാണെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ആവശ്യപ്പെട്ടു. അടുത്ത ആഴ്ച മുതൽ കാർ ഇറക്കുമതിക്ക് 25% ലെവിയും യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഷാംപെയിൻ, വൈൻ, മറ്റ് ലഹരി പാനീയങ്ങൾ എന്നിവയ്ക്ക് 200% താരിഫും ഉൾപ്പെടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ രാജ്യത്തിന്റെ സഖ്യകക്ഷികൾക്കും എതിരാളികൾക്കും മേൽ വ്യാപകമായ തീരുവകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാർവിക്കിൽ നടത്തിയ ആക്രമണത്തിലൂടെ റഷ്യ യുദ്ധക്കുറ്റം നടത്തിയെന്നും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്നും ഉക്രൈൻ ആരോപിച്ചു. ശനിയാഴ്ച വൈകിട്ടാണ് റഷ്യൻ ഡ്രോണുകൾ ഒരു സൈനിക ആശുപത്രി, ഷോപ്പിംഗ് സെന്റർ, അപ്പാർട്ട്മെന്റ് ബ്ലോക്കുകൾ, മറ്റ് ലക്ഷ്യങ്ങൾ എന്നിവ ആക്രമിച്ചത്. ഇതിൽ 2 പേർ കൊല്ലപ്പെടുകയും കുറഞ്ഞത് 25 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക ഉദ്യോഗസ്ഥരും ഉക്രൈനിയൻ സൈന്യവും പറഞ്ഞു. പരിക്കേറ്റവരിൽ മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലുള്ള സൈനികരും ഉൾപ്പെടുമെന്ന് സൈനിക ജനറൽ സ്റ്റാഫ് പറഞ്ഞു. 15 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉൾപ്പെടെ 25 പേർക്ക് പരിക്കേറ്റതായി പ്രാദേശിക ഗവർണർ ഒലെവ് സിനുഹുബോ പറഞ്ഞു. ഖാർവിക് ആക്രമണത്തിന് പിന്നാലെ ദിവസേനയുള്ള റഷ്യൻ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പാശ്ചാത്യ നഗരങ്ങളിൽ നിന്ന് ശക്തമായ പ്രതികരണം ഉക്രൈൻ പ്രതീക്ഷിക്കുന്നതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. മാതൃദിനമായ ഇന്നു മുതൽ യുകെയിൽ തെളിഞ്ഞ കാലാവസ്ഥയാകുമെന്ന് പ്രവചനം. ഇന്നു മുതൽ സൂര്യപ്രകാശവും ചൂടുള്ള കാലാവസ്ഥയും തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിങ്കളാഴ്ച 17 മുതൽ 19 ഡിഗ്രി സെൽഷ്യസിൽ ആരംഭിച്ച് വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ 20 മുതൽ 23 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിക്കുന്നു. തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലാണ് ഏറ്റവും ചൂടേറിയ താപനില പ്രതീക്ഷിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ സ്കോട്ട്ലാൻഡിന്റെ ചില ഭാഗങ്ങൾ വ്യാഴാഴ്ചയും വെസ്റ്റ് മിഡ്ലാൻഡിന്റെ വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലും വെള്ളിയാഴ്ച ഉയർന്ന താപനില അനുഭവപ്പെടും. ആഴ്ചയുടെ മധ്യത്തോടെ വർഷത്തിലെ ഇതുവരെയുള്ള ഏറ്റവും ചൂടേറിയ ദിവസമായിരിക്കുമെന്നും മെറ്റ് ഓഫീസ് സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ കൂടുതൽ മേഘാവൃതവും കാറ്റുമുള്ളതുമായ കാലാവസ്ഥയും മഴയ്ക്കുള്ള സാധ്യതയും കാണപ്പെടും. ഞായറാഴ്ച അയർലൻഡിൽ താപനില 16 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മെറ്റ് ഐറാൻ പ്രവചിച്ചു. ഉയർന്ന മർദ്ദം കാരണം വരുന്ന ആഴ്ച മുഴുവൻ വരണ്ട കാലാവസ്ഥയായിരിക്കും. ബുധനാഴ്ച താപനില 17 ഡിഗ്രി വരെ ഉയരുമെന്നും മെറ്റ് ഐറാൻ സൂചന നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖലീഫ അൽ മർമിയുമായി കൂടിക്കാഴ്ച നടത്തി. ദുബായ് പോലീസ് ഓഫീസേഴ്സ് ക്ലബ്ബിലായിരുന്നു കൂടിക്കാഴ്ച. UAEയിൽ താമസിക്കുന്ന ഇന്ത്യൻ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ആയതായും പ്രവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇന്ത്യൻ കോൺസുൽ ജനറലിന് ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് ഉപഹാരം നൽകുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. യുദ്ധം കാരണമായി ദുരിതത്തിലായ ഗസയിൽ നിന്ന് 81 രോഗികളെ ചികിത്സയ്ക്ക് വേണ്ടി UAEയിൽ എത്തിച്ചു. ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ചാണ് രാജ്യത്തിന്റെ മാനുഷിക ഇടപെടലിന്റെ ഭാഗമായി രോഗികളെ എത്തിച്ചത്. കുടുംബാംഗങ്ങളടക്കം ആകെ 188 പേരെയാണ് വിമാനമാർഗം കഴിഞ്ഞ ദിവസം അബുദാബിയിൽ എത്തിച്ചത്. രോഗികൾ പകുതി പേർ കുട്ടികളാണ്. ക്യാൻസർ, മാരകമായ മുറിവുകൾ എന്നിങ്ങനെ വിവിധ ചികിത്സ ആവശ്യമുള്ളവരാണിവർ. ചുരുങ്ങിയ വേതനത്തിൽ പ്രവാസം തള്ളി നീക്കുകയും തൊഴിലിടങ്ങളിൽ പ്രയാസപ്പെടുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യരെ ചേർത്തു നിർത്താൻ പ്രവാസി വെൽഫെയർ വോളണ്ടിയർ സ്നേഹസമ്മാനവുമായി ലേബർ ക്യാമ്പുകളിലെത്തി. പെരുന്നാൾ, ഈസ്റ്റർ, വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ സമ്മാന വസ്തുക്കൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്യുന്ന സ്നേഹസ്പർശം 2025 ക്യാമ്പയിന്റെ ആദ്യഘട്ടത്തിൽ 500ഓളം പേർക്കാണ് പ്രയോജനപ്രദമായി മാറിയത്. ഇനിയൊരു ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. നവരാത്രി ആഘോഷങ്ങളിലും വിവിധ ഹിന്ദു ഉത്സവങ്ങളിലും പ്രധാനമന്ത്രി മോദി രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. തന്റെ എക്സ് അക്കൗണ്ടിലൂടെയാണ് അദ്ദേഹം ആശംസ നേർന്നത്. രാജ്യത്തെ ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ. ശക്തി സാധനയുടെ ഈ പുണ്യോത്സവം എല്ലാവരുടെയും ജീവിതത്തിൽ ധൈര്യവും സംയമനവും ശക്തിയും നിറയ്ക്കട്ടെ എന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ മോദി പറഞ്ഞു. ഇതിനു പുറമെ മാതൃദേവതയുടെ ആരാധനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന പണ്ഡിറ്റ് ജസ്രാജിയുടെ ഒരു ഭജനയും അദ്ദേഹം പങ്കിട്ടു. RSS ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSS സ്ഥാപകൻ ഡോക്ടർ ഹെഡ്ഗെവാറിന്റെയും MS ഗോൾവാക്കറിന്റെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ഇരുവരും സംഘത്തിന്റെ 2 ശക്തമായ തൂണുകളാണെന്ന് മോദി വിശേഷിപ്പിച്ചു. ഏറ്റവും ആദരണീയനായ ഡോക്ടർ ഹെഡ്വാക്കർജിക്കും ബഹുമാന്യനായ ഗുരുജിക്കും വീണ്ടും വീണ്ടും അഭിവാദ്യങ്ങൾ. അവരുടെ ഓർമ്മകൾ സംരക്ഷിക്കുന്ന ഈ സ്മാരക ക്ഷേത്രത്തിൽ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്ത്യൻ സംസ്കാരം, ദേശീയത, സംഘടനാ മനോഭാവം എന്നിവയുടെ മൂല്യങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ സ്ഥലം രാഷ്ട്ര സേവനത്തിൽ മുന്നോട്ടു പോകാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു.
സംഘത്തിന്റെ 2 ശക്തമായ തൂണുകളായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ സ്ഥലം രാജ്യത്തെ സേവിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ദശലക്ഷക്കണക്കിന് വോളണ്ടിയർമാർക്കുള്ള ഊർജ്ജ സ്രോതസ്സാണ്. നമ്മുടെ പരിശ്രമങ്ങളിലൂടെ ഭാരത മാതാവിന്റെ മഹത്വം വളർന്നുകൊണ്ടിരിക്കട്ടെ. അനുശോചന സന്ദേശത്തിൽ മോദി കുറിച്ചതാണിത്. സർവകലാശാല സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി മൈഥിലി മൃണാലിനിക്ക് ഉജ്ജ്വല വിജയം. സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ വിദ്യാർത്ഥി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. സർവകലാശാല തിരഞ്ഞെടുപ്പിൽ ABVPയുടെ പ്രവർത്തനങ്ങളിലും ആശയങ്ങളിലും ആകൃഷ്ടരായി തനിക്ക് വോട്ട് രേഖപ്പെടുത്തിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നുവെന്ന് മൈഥിലി പറഞ്ഞു. ഇനി കേരള ഹൈലൈറ്റ്സ്. വഖഫ് ബില്ലിനെ എതിർക്കുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് കോൺഗ്രസ്. വോട്ടെടുപ്പ് ആവശ്യപ്പെടണോ എന്ന് ചൊവ്വാഴ്ച തീരുമാനിക്കും. ബില്ല് വരുമെന്ന് ഉറപ്പായാൽ സഖ്യകക്ഷിയുമായി ആലോചിക്കും. KCBC നിലപാട് അംഗീകരിക്കാനാവില്ലെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ആവശ്യമെങ്കിൽ KCBCയോട് സംസാരിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാൽ തങ്ങൾക്ക് അനുകൂലമായി സൃഷ്ടിക്കപ്പെടുന്ന നിർമ്മിതികൾക്കുള്ള സ്വാതന്ത്ര്യമാണെന്നാണ് സംഘപരിവാർ കരുതുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വികലമായ അത്തരം സൃഷ്ടികളെ ആഘോഷിക്കുക എന്നതാണ് സംഘപരിവാറിന്റെ അജണ്ടയെന്നും അവർക്ക് ചരിത്രത്തെക്കുറിച്ച് കാര്യമായ അറിവില്ലെന്നും ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ് അവർക്ക് ശീലമെന്നും VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 110.71 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 85.56 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 92.54 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.29 US ഡോളർ. ഇനി സ്പോർട്സ്. IPL പോരാട്ട ചൂടിനിടെ പരസ്പരം കൊമ്പുകോർത്ത് മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യയും താരം മുമ്പ് ക്യാപ്റ്റനായിരുന്ന ഗുജറാത്ത് ടൈറ്റൻസ് ടീം അംഗമായ സായ് കിഷോറും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിനിടെയാണ് ഇരുവരും കൊമ്പുകോർക്കുന്നത്. തന്നെ തുറച്ചു നോക്കിയ ഗുജറാത്ത് താരത്തെ ഹാർദിക് പാണ്ഡ്യ ചീത്ത വിളിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി. പാണ്ഡ്യ ഉപയോഗിച്ച വാക്ക് ക്യാമറയിൽ പതിഞ്ഞിട്ടില്ലെങ്കിലും ആ വാക്ക് എന്താണെന്ന് എല്ലാവർക്കും വീഡിയോയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലെ ചുണ്ടനക്കത്തിലൂടെ മനസ്സിലായിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്രതശുദ്ധിയുടെ ദിനങ്ങൾക്ക് പരിസമാപ്തി. ഷവ്വാൽ മാസപ്പിറവി തെളിഞ്ഞു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചെറിയ പെരുന്നാൾ ഇന്ന്. മ്യാൻമാർ ഭൂകമ്പം രക്ഷാദൗത്യം 3-ാം ദിവസത്തിലേക്ക്. നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിയ നിലയിൽ. 1644 പേരുടെ മരണത്തിനും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കാനും മ്യാൻമാർ സാക്ഷി. ബ്രിട്ടീഷ് കയറ്റുമതിയിൽ ഡൊണാൾഡ് ട്രംപ് ശിക്ഷാ തീരുവ ചുമത്തുകയാണെങ്കിൽ കെയർ സ്റ്റാമർ ശക്തമായി തിരിച്ചടിക്കണമെന്നാവശ്യപ്പെട്ട് UKയിലെയും യൂറോപ്യൻ യൂണിയനിലെയും മുതിർന്ന നയതന്ത്രജ്ഞർ. സ്വന്തം ഭരണകൂടത്തിലെ ജീവനക്കാരെ പറപ്പിച്ച് പുറത്തേക്കടിച്ച് ട്രംപ്. വിശദാംശങ്ങൾ പിന്നാലെ. നവരാത്രി ആഘോഷങ്ങൾക്ക് ആശംസ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RSS ആസ്ഥാനം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ബില്ലിനെ എതിർക്കുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് കോൺഗ്രസ്. ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.